ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് പള്ളിയിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾക്ക് നേർച്ചകളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വീട്ടാൻ ആയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് ആലപ്പുഴയിലുള്ള നമ്മുടെ കൃപാസന മാതാവിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഞങ്ങൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അതിക്ക് മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി. ഞങ്ങൾ കഴിച്ചത് മസാല ദോശയാണ്. എല്ലാവരും മസാല ദോശ തന്നെയാണ് കഴിച്ചത്. കൂടുതൽ ഹെവി ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു റെസ്റ്റോറൻറ്റ്, പേരൊന്നും അറിയില്ല, പക്ഷേ ഫുഡും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വണ്ടി വിട്ടു. കാരണം ഞങ്ങൾ കാലത്ത് ഒരു 7:30-8 മണിക്ക് ഇറങ്ങിയതാട്ടോ. 3 പള്ളികളാണ് ഞങ്ങൾ കവർ ചെയ്തത്. അപ്പോൾ എന്തായാലും വരുമ്പോൾ ലേറ്റാവും എന്ന് അറിയായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാലത്ത് നേരത്തെ ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് നമ്മുടെ കൃപാസന മാതാവിൻ്റെ അടുത്താണ്. പക്ഷേ അവിടെ എനിക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് നമ്മുടെ ഉടമ്പടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ പോയത് തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പോൾ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ രണ്ടാമത്തെ പള്ളിയിലേക്ക് ഞങ്ങൾ പോയത് തങ്കിപ്പള്ളി ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് തങ്കിപ്പള്ളി, അല്ലെങ്കിൽ മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നും പറയും. 1936 ഈ നാട്ടിലെ പാവപ്പെട്ട വീട്ടമ്മമാർ പിടിയരി കൂട്ടി അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയ പ്രാർത്ഥനാപൂർവ്വം പ്രതിഷ്ഠിച്ചതാണ് കർത്താവിൻ്റെ രൂപം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുടി വളർന്ന കർത്താവിൻ്റെ രൂപട്ടാ. എനിക്ക് ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ വായിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മമാരുടെ ത്യാഗസ്മരണയ്ക്കായി ഇവിടെ നടത്തുന്ന പ്രാർത്ഥന നേർച്ചയാണ് പിടിയരി സമർപ്പണം കേട്ടോ. അവിടെ ഒരു കിറ്റ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് റെഡ് കളറിൽ ഇങ്ങനെ തുണിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ. അതായത് അരി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൊട്ടിലുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതായത് കുട്ടികളില്ലാത്തവർക്ക് പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ പോയ സമയത്ത് ആ പള്ളി മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പുതുക്കി പണിയാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കണേന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്ന സമയം നല്ല ഉച്ച സമയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പഴയ സ്കൂളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു ഭാഗ്യം എന്നൊക്കെ പറയും ചില നേരത്ത്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായത്. അതായത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ 2 ചേച്ചിമാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു, ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ചു. ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോറുണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞു. അത് എന്തോ ഒരു എന്താ പറയുക, അത് ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ആ നേർച്ച ഉണ്ണാനായിട്ടുള്ളൊരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് തോന്നിയുള്ളൂ. അന്ന് തന്നെ ഒരു എന്താ പറയുക, ആണ്ടോ എന്തോ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ അച്ഛന്മാർക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചോറ് തന്നു, ബിരിയാണിയും തന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ. പിന്നെ അവിടെ തന്നെ ഇരുന്ന് ചേച്ചിമാർ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഞങ്ങൾ ചൊവ്വാഴ്ചയാണല്ലോ പോയത്. അപ്പോൾ ചൊവ്വാഴ്ച ഇവിടെ എന്താ പറയുക, പ്രത്യേക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നേർച്ചയൂണും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോവാൻ നേർച്ചയൂണും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അവിടെ പ്രത്യേക പ്രാർത്ഥനയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കുറേ അതായത് 3 പള്ളികൾ കവർ ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല. കുറച്ച് കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പിച്ചടിച്ചത് നമ്മുടെ കുറുവലങ്ങാടി പള്ളിയിലേക്കാണ് കേട്ടോ. കുറുവലങ്ങാടി പള്ളിയിലേക്ക് പോണ ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാ ടച്ചൊക്കെ വരും. അപ്പോൾ ആ ഒരു റൂട്ടും അതിലേ പോണ ഒരു എന്താ പറയുക, കാഴ്ചയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വലിയ ക്ഷീണം തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ച് വരുന്ന ടൈമൊക്കെ ആയപ്പോണ്ടല്ലോ എൻ്റെ അമ്മ ഭയങ്കര ക്ഷീണമായി പോയി. പക്ഷെ എന്നാലും നേർച്ചകളൊക്കെ നമ്മൾ വീട്ടിൽ എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കുറുവലങ്ങാടി പള്ളി.
കുറുവിലങ്ങാടി പള്ളി കാണാനായിട്ട് ഭയങ്കര രസമാണ്. എല്ലാവരും അങ്ങോട്ട് പോകണം. ഇതിൽ വഞ്ചിയുടെ ഷേപ്പായിട്ടൊക്കെയാണ് ഇവർ പണിത് വെച്ചേക്കുന്നത്. ഈ കാണുന്നത് വഞ്ചിയുടെ ഷേപ്പിലൊക്കെയാണ് അവർ പണിത് വെച്ചേക്കുന്നത്. ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്നുകാലികളെ മേയിച്ച് നടന്ന കാട്ടിൽ അകപ്പെട്ട ഇടയബാലകർക്ക് പരിശുദ്ധ കന്യകമറിയം മുത്തിയമ്മയുടെ രൂപത്തിൽ ഇവിടെ വെച്ച് ദർശനം നൽകുകയും ദാഹജ്വലത്തിനായി നീരുറവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. AD 105 ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. പള്ളിയുടെ പഴയ മണിമാളികയിൽ ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഓരോ ചുറ്റുവട്ടത്തും തന്നെ 3 പള്ളികളുണ്ട് കേട്ടോ. ഒന്ന് ഇടവക പള്ളിയായ വലിയ പള്ളി, അതിന് തൊട്ട് കിഴക്ക് സെമിത്തേരിയിൽ വിശുദ്ധ ഔസേപ്പിൻ്റെ നാമത്തിൽ ഒരു കപ്പേളയും, അതിനും തെക്കായി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിൽ ചെറിയ പള്ളി. ചെറിയ പള്ളിയുടെ തെക്കേ വശത്തായിട്ടാണ് മണിമാളിക ഉള്ളത്. 3 ഭീമൻ എന്താ പറയുക മണികളുള്ള ഈ മണിമാളിക 1910 നിർമ്മിച്ചതാണ്. 1911 ജർമ്മനിയിലെ ഹാബുർഗിൽ നിന്ന് 30,000 രൂപ മുടക്കി 4 മണികൾ കപ്പൽ മാർഗം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. യാത്രാമധ്യേ ഒരെണ്ണം കടലിൽ നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. പള്ളിയിലെ രേഖകൾ പ്രകാരം മണികൾക്ക് യഥാക്രമം, അതായത് അതിൻ്റെ വെയിറ്റാണ് കേട്ടോ, ഈ മണികളുടെ വെയിറ്റാണ് പറയുന്നത്, 1666 കിലോഗ്രാമും 1173 കിലോഗ്രാമും 710 കിലോഗ്രാമും ഭാരമുണ്ട് അത്ര. സപ്തസ്വരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ മണികൾ ഭാരം കൂടുതൽ മൂലം ചവിട്ടിയാണ് മുഴുകുന്നത്.
ഇവിടെയാണ് നമ്മുടെ അത്ഭുത ഉറവയുള്ളത് കേട്ടോ. അതായത് നമ്മുടെ കുറുവിലങ്ങാട് പള്ളിയിൽ നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം 4-ാം ശതകത്തിൽ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തതാണ് നമ്മുടെ ഈ അത്ഭുത ഉറവ. ഈ കാണുന്നതാണ് കേട്ടോ വാദ്യപുര. അതായത് കേരളീയ വാസ്തുകലയുടെ മകുടോദാഹരണമാണ് ഈ വാദ്യപുര. പള്ളിയുടെ മുൻഭാഗത്ത് ആയുധപുരയോട് ചേർന്ന് നിലനിന്നിരുന്ന വാദ്യപുര പിന്നീട് ഈ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. വാദ്യോപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനും അവ ഉപയോഗിക്കുന്നവർക്ക് വിശ്രമിക്കുന്നതിനുമായിട്ടുള്ള സ്ഥലമാണിതിപ്പോൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശാട്ടാ. അങ്ങനെ ഞങ്ങളുടെ നേർച്ചകളൊക്കെ ഞങ്ങൾ നേരിട്ട് വീട്ടിലേക്കാട്ടോ പോയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൻഡ് ബൈ ബൈ.